നമസ്കാരം. എന്തായാലും ഞാനിപ്പോൾ കേരളത്തിലല്ല, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കർണാടകത്തിലെ കുടകിലാണ്. പക്ഷേ ഈ കുടകിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് എനിക്കൊരു എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നൊരു വാർത്ത. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, തൃശ്ശൂരൊക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് ഇപ്പോഴാണ് തിരക്കേണ്ടത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്താ പറയുക, മനസ്സ് തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത് വേറൊന്നുമല്ല, തൃശ്ശൂർ ജില്ലയിലെ, ഇപ്പോൾ ഞാൻ വാട്സാപ്പ് നോക്കിയപ്പോൾ എനിക്ക് തിരക്കേണ്ടത് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് നമ്മുടെ കൊച്ചുകുട്ടി 8 വയസ്സുള്ളൊരു മോൻ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടൊരു വാർത്ത. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, കുഞ്ഞു മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ സാധനങ്ങളൊന്നും വാരി വെക്കരുത്. കട്ടിൽ ജനലിനോട് ചേർത്ത് ഇടരുത്. കട്ടിൽ ചുവരിനോട് ചേർത്ത് ഇടരുത്. ചുവരിൽ നിന്നൊരു 6 ഇഞ്ച് 9 ഇഞ്ചെങ്കിലും അകലത്തിലെ കട്ടിലിടാൻ പാടുള്ളൂ. എത്ര സ്ഥല പരിമിതിയാണെങ്കിൽ തന്നെയും നമ്മൾ കട്ടിൽ ചുവരോട് ചേർത്തിടരുതെന്ന് പറയാറുണ്ട്. ഇതിനു മുന്നേ ഒട്ടനവധി കുട്ടികൾക്ക് കടിയത്, ഇന്നലെ ഒരു കുട്ടിക്ക് കടിയിട്ടൊരു പ്രിയപ്പെട്ട സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച കടിയിട്ടിയ കേസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്തായാലും ഒരിക്കലും എന്നെപ്പോലുള്ള ഒരാളിന് സഹിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾ സേവ് ചെയ്യുന്ന അതിഥിയിൽ നിന്ന് ഒരു അപകടമുണ്ടാകുമ്പോൾ, ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ എനിക്കൊക്കെ ഉണ്ടാവുന്ന വിഷമം മറ്റുള്ളവർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ആ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത് തലയണയുടെ അടിയിൽ, തലകണയുടെ നമ്മുടെ പില്ലോയുടെ അടിയിൽ നിന്നാണ് ഇതിനെ കടികിട്ടി. തൃശ്ശൂർ ജില്ലയിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു. തൃശ്ശൂർ കോടാലിയിൽ, അറിയില്ല, ഗ്രാമപ്രദേശമാണ്. കോടാലിയിൽ പാമ്പടിയിട്ട് മരണപ്പെട്ടു. അതിൽ 2 പേരുണ്ട്. മൂത്ത ജ്യേഷ്ഠനും അനിയനും ഉണ്ടായിരുന്നു. അനിയനാണ് കടിയേറ്റ് മരണപ്പെട്ടത്. അപ്പം നമ്മൾ എന്താ പറയുക, 8 വയസ്സേ ഉള്ളൂ. മൂത്ത ആളിന് 10 വയസ്സുണ്ട്. മൂത്ത ആളിനും കടി കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ട്. ഫോട്ടോ ചെറിയൊരു ശങ്കുരൻ പാമ്പാണ്. സാധാരണഗതിയിൽ ശങ്കുരൻ പാമ്പ് ചെറുതൊക്കെ കട്ടിലിൽ കയറുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ അടുക്കി വെക്കുകയോ അല്ലെങ്കിൽ ചോരനോട് ചേർത്ത് കട്ടിലിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇവ മേളിലോട്ട് കയറുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എപ്പോഴും പറഞ്ഞു, ശങ്കുരൻ പാമ്പിൻ്റെ കടി മാരകമാണ്. അണലിയെ പോലെയോ മൂർഖനെ പോലെയോ ഒന്നുമല്ല. വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന, ശങ്കുരൻ എന്നറിയപ്പെടുന്ന അതിഥിയുടെ കടി ശരീരത്തിൽ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന, നമ്മളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മളെ മയക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന വെനം ഇഞ്ചക്ട് ചെയ്യുന്നത് നമുക്ക് ഉറക്കത്തിലാണ് കടികിട്ടില്ല, അറിയാൻ പറ്റില്ല. ഇപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ കൊച്ചു ശങ്കുരനാണെങ്കിൽ പോലും കിടക്കുകയാണ്. അപ്പോൾ ഈ ശങ്കുരൻ ചിലപ്പോൾ കിടക്കുന്ന സമയത്ത് അവരെ കടിക്കണമെന്ന് പറഞ്ഞു. ഇവരെ തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ വേദന ഉണ്ടായിരിക്കാം ഈ മോനെ കടിച്ചത്. ചിലപ്പോൾ തലങ്ങണടിയിലാകുമ്പോൾ ചിലപ്പോൾ തല ചരിച്ച് കിടന്ന സമയത്തായിരിക്കാം കടിയിട്ട്. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തോ ചെവിയുടെ കടി എവിടെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. കടിയുടെ പാട് ഡോക്ടർമാർ കണ്ടെത്തിയെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കഴുത്തിൻ്റെ ഭാഗത്തോ നെഞ്ചിലോ ഒക്കെ കടി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കുകയും പിന്നെ നമുക്കത് ഉറക്കത്തിലാകുമ്പോൾ ആ ഓർമ്മ നഷ്ടപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു ശേഷിയൊന്നും ഉണ്ടാവത്തില്ല. തലച്ചോറ് മന്ദീകരിക്കും, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറയുന്നു. അപ്പോൾ ഇതേ ഒരു അനുഭവമാണ് നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെ അടുത്ത നാട്ടിൽ. ഇത് തൃശ്ശൂർ ജില്ലയാണ്. ഇത് കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിനടുത്ത് ഒരു മകള് തറയിൽ കിടന്നിറങ്ങി. മകള് 3-4 കുട്ടികൾ കിടന്നിറങ്ങുമ്പോൾ ചെവറിനോട് ചേർന്ന് കിടന്ന മോക്ക് കടികിട്ടി, മോള് മരണപ്പെട്ടു. നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ ആ വീഡിയോയും അവിടുത്തെ സാഹചര്യമൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വീഡിയോ സാഹചര്യമൊന്നും ആരും അയച്ചു തന്നിട്ടില്ല. മരണപ്പെട്ട സംഭവം വാർത്തയും മാത്രമേ എനിക്ക് ഇട്ട് തന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ നമുക്കറിയാം അവരുടെ പേര്, വിവരങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അയച്ചു തന്നതിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സിൽജോ എന്നുള്ള മോൻ്റെ അപ്പയുടെ പേര്. അമ്മയുടെ പേര് ജോൺസി എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ ഈ 8 വയസ്സുള്ള മോനാണ് നമുക്ക് അമ്മയ്ക്കും അപ്പനെ നഷ്ടപ്പെട്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്കൊരു അപേക്ഷ ഉള്ളത്, ഇനിയെങ്കിലും നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇപ്പോൾ വേനലാണ്. വേനൽ സമയത്ത് പാമ്പുകൾക്ക് വെള്ളം അനിവാര്യമാണ്. പറമ്പിൽ ഫുഡ് കിട്ടാൻ സാധ്യത കുറവാണ്. ശങ്കുരൻ പാമ്പ് നമ്മുടെ വീട്ടിനകത്തേക്ക് കയറി വരുന്നത് ചുവർ പാമ്പ് എന്ന് പറയുന്ന പാമ്പിനെ പിടിക്കാൻ വേണ്ടിയാണ്. ചുവർ പാമ്പ് നമ്മുടെ വീട്ടിനകത്തേക്ക് വരുന്നത് പല്ലിയെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ നമ്മൾ പല്ലിയുള്ളപ്പോൾ ചുവർപ്പാമ്പ് വരും. ചുവർപ്പാമ്പിൻ്റെ പിറകെ ശങ്കുരൻ കയറി വരും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഈ മോൻ ജനലിനോട് ചേർന്നാണ് കിടന്നെങ്കിൽ ഇനിയുള്ള ആൾക്കാർ പരമാവധി ജനലിൻ്റെ അവിടെ നിന്ന് കട്ടിൽ നീക്കിയിടുക. അതുപോലെ കട്ടിൻ്റെ അടിയിൽ നമ്മൾ പഴയ ബോക്സുകൾ ശേഖരിച്ച് വെക്കുന്നൊരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് അത് ഒഴിവാക്കുക. നമ്മുടെ കിച്ചൻ്റെ ഡോറിൻ്റെ താഴെയൊക്കെ ചിലപ്പോൾ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവാം. അവിടെയൊക്കെ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ലേശം മണ്ണെണ്ണയോ ഡീസലോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വീട്ടിൻ്റെ മുന്നിൽ, അതുപോലെ മുന്നിൻ്റെ വാതിൽ അടിയിൽ പടിയില്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയും നിർബന്ധമായിട്ട് അത് അടയ്ക്കാനുള്ളൊരു സംവിധാനം നോക്കണം. അതിലുപരി വീട്ടിൻ്റെ പുറത്ത് ഒരു കാരണവശാലും വീട്ടിന് പുറത്ത് ഹൈറ്റിൽ ഒരു വിറവോ ചപ്പോ ചവറോ ഒന്നും കൂട്ടി വെക്കരുത്. കെട്ടിയിട്ട് അയയിൽ വിറവൊക്കെ കെട്ടിയിടുന്നൊരു അനുഭവം നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിലുണ്ട്. അങ്ങനെയൊന്നും ഒരു അനുഭവം ഉണ്ടാവരുത്. ചെടികൾ
ചെടികൾ, നിങ്ങൾ വള്ളിപ്പടർപ്പുകൾ വീട്ടിൽ നമ്മുടെ വാർത്ത വീടാണെങ്കിൽ പോലും നിങ്ങൾ സൈഡിൽ ക്ലാമ്പ് വെച്ചതിന് ശേഷം ആ ക്ലാമ്പിലേക്ക് കയറി വെട്ടിച്ച് കെട്ടിയിട്ട് പാഷൻ ഫ്രൂട്ട് പോലുള്ള, വള്ളിപ്പയർ പോലുള്ള, പടവലം പോലുള്ള അല്ലെങ്കിൽ പാവൽ പോലുള്ള സാധനങ്ങൾ നിങ്ങൾ പടർത്തി മേലോട്ട് കയറ്റാറുണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കണം. അതുപോലെ പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ചിട്ടുള്ളതാണ്. സൈക്കിള്, ബൈക്ക് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ ഈ കുട്ടികൾ നിങ്ങളൊക്കെ താമസിക്കുന്ന വീടിൻ്റെ ജനലിൻ്റെ പുറത്തുകൊണ്ട് വെക്കരുത്. അതുപോലെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധിയുള്ള പഴയ വീടുകളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് വീട്ടിൻ്റെ ജനലുകളൊക്കെ ചിലപ്പോൾ കേട് വന്നിട്ട് അടിയുടെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് വഴി അകത്തേക്ക് ഇവർക്ക് വരാൻ നമ്മൾ വാതിലും ജനലിൻ്റെ പാളി ഇതെല്ലാം നമ്മൾ അടച്ച് സീലാക്കിയിരിക്കും. പക്ഷേ അടിയിൽ ദ്രവിച്ചിരിക്കുമ്പോൾ ആ ദ്രവിച്ചിരിക്കുന്നതിനകത്തുകൂടി ഇവർക്ക് തള്ളി നമ്മുടെ വീടിനകത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത് ഒന്നും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ആ ദമ്പതികൾക്ക് ആ മോൻ്റെ വിയോഗം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അവർക്ക് അതിന് എന്തായാലും ദൈവം കൊടുത്ത ജീവനെ ദൈവം തിരിച്ചു വിളിച്ചു. അപ്പോൾ ആ അമ്മയ്ക്കും അപ്പനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ അതിന് എന്താ പറയുക, അതിനെ സഹിക്കാനുള്ളൊരു കരുണ സർവേശ്വരൻ നൽകട്ടെ. അതുപോലെ അൽജോദ് മോനാണ് ഇപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റിലുള്ളത്. അൽജോ മോനാണ് വിയോഗപ്പെട്ടത്. അപ്പോൾ ആ വിയോഗപ്പെട്ട ആ മോൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇനി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ മോൻ്റെ ചേട്ടന് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. അദ്ദേഹം നല്ല ആരോഗ്യമായി 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരട്ടെ. ആ കുടുംബത്തിന് എല്ലാം സഹിക്കാനുള്ള ഒരു കരുത്ത് സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.